എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. പ്രത്യേകിച്ചൊരു വിശേഷമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ വിശേഷമൊന്നും പറയാനായിട്ട് എൻ്റെ ഫോണിനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചാർജറൊക്കെ പുതിയ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ പിന്നെയും വലിയ പ്രശ്നം തോന്നുന്നില്ല. ഇനി എന്താണ് തടസ്സമെന്ന് പറയാനും പറ്റത്തില്ല. വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ അടുക്കളയിൽ വന്നിട്ട് കട്ടൻ ചായ ഇട്ടു. പിന്നെ പാൽ ചായയും കൂടെ റെഡിയാക്കി കുടിവെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് നമുക്ക് ആട്ടപ്പൊടി കിട്ടാറില്ലേ? മാസം തോറും 3 പാക്കറ്റ് പൊടി കിട്ടാറുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഗോതമ്പ് പുട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. അത് കാരണം ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പൊടി എടുത്ത് നനച്ചിട്ട് പുട്ടുണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഗോതമ്പ് പുട്ടിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഡലി തലേദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആവി കയറ്റിയൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യമായി. അപ്പോൾ ഞങ്ങൾക്ക് ഗോതമ്പ് പുട്ടും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴം ഇരിപ്പുണ്ട്. അങ്ങനെ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരിയടപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ഒത്തിരി പണികളില്ല. നമ്മൾ വീട്ടമ്മമാർക്ക് എന്തെല്ലാം പണികളാണല്ലേ. അപ്പോൾ ഇന്ന് മോൾക്ക് കോളേജിൽ പോകണ്ടാത്ത കാരണം പിന്നെ രാവിലെ ഒന്നും ഞാൻ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ തൂക്കാനും തുടയ്ക്കാനും നനയ്ക്കാനും ഒക്കെ ഒത്തിരി ജോലികളില്ലേ നമുക്ക് വീട്ടമ്മമാർക്ക് എന്തെല്ലാം പണികളല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീനാണ് കേട്ടോ ഉച്ചയ്ക്ക് കിട്ടിയത്, കറിക്ക് കിട്ടിയതാണ്. ഒരുപാട് സമയം എടുത്താണ് ഞാനത് കിള്ളിയൊക്കെ എടുത്തത്, വൃത്തിയാക്കി. അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്നു, മാങ്ങ, അതെല്ലാം കൂടെ അതിലേക്കൊക്കെ ചേർത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചക്കക്കുരുവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് ചക്കക്കുരു ചേർക്കണം വലിയ ഇഷ്ടമാണ്. അങ്ങനെ കറിയൊക്കെ റെഡിയായി കിട്ടി. പിന്നെ ഇന്നലത്തെ കറി ബാലൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ചായക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വീട്ടിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവലൂസും കൂടെ വറുത്തെടുത്തു. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ലെന്ന്, ഈ വീട്ടിലെ ജോലികളൊക്കെ തന്നെ എപ്പോഴും ഇടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ടാറ്റാ.